ചോദ്യം: ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി കേൾക്കുന്നത് എങ്ങനെ? ഉത്തരം: സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗത്തിലൂടെ. ചോദ്യം: പുതിയ പ്രവാചകന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം. ഉത്തരം: ഒരു ചന്ദ്രൻ കഷണങ്ങളായി പിരിഞ്ഞ് മക്കയിലെ ഓരോ വീട്ടിലും വീഴുന്നു. പിന്നീട് അതെല്ലാം ഒത്തുചേർന്ന് തന്റെ നേർക്ക് വരുന്നു. ചോദ്യം: സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ച അടിമകളുടെ എണ്ണം. ഉത്തരം: 8. 4 സ്ത്രീകൾ, 4 പുരുഷന്മാർ. ചോദ്യം: അബൂബക്കർ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായ അടിമ. ഉത്തരം: ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. ചോദ്യം: ആരായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമ? ഉത്തരം: ഉമയ്യത്ത് ബിൻ ഖലഫ്. ചോദ്യം: ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിൻ. ഉത്തരം: ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. ചോദ്യം: ബദറിൽ ഉമയ്യത്തിനെ വധിച്ചതാര്? ഉത്തരം: ബിലാൽ റളിയല്ലാഹു അൻഹു. ചോദ്യം: സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? ഉത്തരം: വ്യാപാരം. ചോദ്യം: പരസ്യ പ്രബോധനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി സംസാരിച്ചത് ആര്? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഇസ്ലാമിലെ ആദ്യ പലായനം നടന്നതെന്ന്? ഉത്തരം: മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ 6 വർഷം മുമ്പ്. ചോദ്യം: ആദ്യ ഹിജ്റ എങ്ങോട്ടായിരുന്നു? ഉത്തരം: അബ്സീനിയയിലേക്ക്. ചോദ്യം: അബ്സീനിയയിലേക്ക് പോകാൻ തയ്യാറെടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിച്ചത് ആര്? ഉത്തരം: ഇബ്നു ദുഗ്ന. ചോദ്യം: ഇബ്നു ദുഗ്നയുടെ കൂടെ താമസിക്കാൻ അനുവദിച്ചുകൊണ്ട് ഖുറൈശികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്തായിരുന്നു? ഉത്തരം: പരസ്യമായ ആരാധനകൾ ഒഴിവാക്കുക. ചോദ്യം: ഇബ്നു ദുഗ്ന താൻ വാഗ്ദാനം ചെയ്ത സംരക്ഷണം പിൻവലിച്ചത് എപ്പോൾ? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു പരസ്യമായി ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയപ്പോൾ. ചോദ്യം: ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആദ്യമായി വിശ്വാസം പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം: സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.